അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽ-മുഈറ പിന്നീട് അൻ-നുഅ്മാനെ കുറ്റപ്പെടുത്തി യുദ്ധം താമസിപ്പിച്ചതിന്. അപ്പോൾ അൻ-നുഅ്മാൻ അൽ-മുഈറയോട് പറഞ്ഞു, തത്തുല്യമായ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു യുദ്ധത്തിൽ താങ്കൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തിരുന്നുവെങ്കിൽ നീ എന്നെ ഈ താമസിക്കുന്നതിന് കുറ്റപ്പെടുത്തുമായിരുന്നില്ല. അപ്പോൾ റസൂലിൻ്റെ സുന്നത്താണ് അദ്ദേഹം പിന്തുടരുന്നത്. നീ നിന്നെ തന്നെ നാണം കെടുത്തുകയും ചെയ്യില്ലായിരുന്നു. പക്ഷേ ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുപാട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുന്നത്തായിരുന്നു അതിരാവിലെ യുദ്ധം തുടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ കാറ്റടിച്ച് തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്ന് ആ നാട്ടിലൊക്കെ ചിലപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. രാവിലെ ചിലപ്പോൾ കാറ്റില്ലായിരിക്കും. അതിരാവിലെ യുദ്ധം തുടങ്ങിയില്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് കാറ്റടിച്ച് തുടങ്ങുന്ന സമയം വരെ, അതായത് ഉച്ച നമസ്കാരത്തിൻ്റെ ലുഹുറിൻ്റെ സമയമാവുന്നതുവരെ താമസിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് അദ്ദേഹം കാരണം പറഞ്ഞു. ഇതൊക്കെ നമ്മൾ തൊട്ടുമുമ്പുള്ള കിതാബുകളിൽ കണ്ടതാണ്. താമസിപ്പിക്കുന്നതൊക്കെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം, അതായത് ലുഹുർ സമയം കഴിഞ്ഞതിന് ശേഷം, സൂര്യൻ തലയ്ക്ക് മുകളിൽ നിന്ന് മാറിയതിന് ശേഷം ചെയ്യുന്നത്. അതല്ലെങ്കിൽ സുബഹി ബാങ്ക് വിളിക്കുന്ന സമയത്ത് ബാങ്ക് വിളിക്കുന്നുണ്ടോ എന്ന് നോക്കും. ആ നാട്ടിൽ ആരെങ്കിലും മുസ്ലിങ്ങളുണ്ടോ എന്നറിയാൻ. ഇല്ലെങ്കിൽ ആക്രമിക്കും. അങ്ങനെയൊക്കെയായിരുന്നു റസൂലിൻ്റെ സുന്നത്ത്. അപ്പോൾ അതിരാവിലെ അതല്ലെങ്കിൽ ഉച്ച കഴിയുമ്പോൾ തുടങ്ങും. قال النعمان ربما أشهدك الله مثلنا مع النبي صلى الله عليه وسلم فلم يندمك ولم يخزك ولكني شهدت القتال مع رسول الله صلى الله عليه وسلم كان إذا لم يقاتل في أول النهار انتظر حتى تحب الأرواح وتحضر الصلوات. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, അൽ-മുഈറ ശത്രുക്കളെ അവരുടെ പരിഭാഷകനുമായിട്ട് സംസാരിച്ച് തീർന്നതിന് ശേഷം ഉടനെ തന്നെ യുദ്ധം തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷേ അൻ-നുഅ്മാൻ ഉച്ചയാവുന്നതുവരെ യുദ്ധം താമസിപ്പിച്ചു. ഇമാം തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ നേതാവ്, ഭരണാധികാരിയാണ് തീരുമാനിക്കുന്നത് ആ രാജ്യത്തെ രാജാവുമായിട്ടുള്ള സന്ധി അല്ലെങ്കിൽ കീഴടക്കൽ, സമാധാന കരാർ എന്നൊക്കെ പറയാവുന്ന കാര്യം, അവിടുത്തെ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ. ഇതാ വാദ ലിമാമു മലിക عن أبي حميد السعيدي قال غزونا مع النبي صلى الله عليه وسلم تبوك وأهدى ملك أيلة للنبي بغلة بيضاء وكساه بردا وكتب له ببحرهم. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സന്ധിയിൽ ഏർപ്പെട്ടിട്ടുള്ള ആ മുസ്ലിങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കണം എന്ന ഉപദേശം. അൽ വസാത്തി ബി അഹ്ലി ദിമ്മത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുവൈരിയ ബിൻ ഖുദാമ അത്തമീമി വിശദീകരിക്കുന്നു, ഞങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിച്ചു, അല്ലയോ വിശ്വാസികളുടെ നേതാവേ, അതായത് യാ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾക്ക് ഉപദേശിക്കൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദിമ്മയുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുക, അതായത് സാമ്പത്തിക ബാധ്യതകൾ അവരുമായിട്ടുള്ളത്. ദിമ്മ അല്ലെങ്കിൽ അഹ്ലു ദിമ്മ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, ജിസിയ കൊടുത്ത് കഴിയുന്ന അമുസ്ലിം, ഇസ്ലാമിക രാഷ്ട്രത്തിൽ കഴിയുന്ന അമുസ്ലിമിനെയാണ് ദിമ്മി എന്ന് പറയുന്നത്. അപ്പോൾ ദിമ്മ ആയ ആളുകളുടെ കാര്യങ്ങൾ നോക്കുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിലുള്ള ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. അല്ലാതെ അവർ ഇപ്പോൾ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനി അല്ലെങ്കിൽ യഹൂദിയാണല്ലോ നമ്മൾ അന്വേഷിക്കേണ്ടല്ലോ, അങ്ങനെയല്ല. അവരുടെ സകല സാമ്പത്തിക ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ദിമ്മിയുമായിട്ടുള്ള കരാർ പാലിക്കുക എന്നുള്ളത് ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. കാരണം അവർ നിങ്ങളുടെ പ്രവാചകൻ്റെ ദിമ്മിയാവുന്നു. തൊട്ടുമുകളിൽ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദിമ്മിയാണെന്ന്. അതായത് അവർ റസൂലിനെയും അള്ളാഹുവിനെയും കീഴ്പ്പെട്ടിട്ടുണ്ട് ഭരണത്തിൻ്റെ കാര്യത്തിൽ, മുസ്ലിം ആയിട്ടില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ സംരക്ഷണം ഭരണാധികാരി അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഉള്ളതാകുന്നു. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ചെലവിനുള്ള ഒരു വരുമാനം കൂടിയാകുന്നു അത്, അതായത് അവരിൽ നിന്ന് വരുന്ന ജിസിയ. സമയത്തു ജുവൈരിയ്യത ബിൻ ഖുദാമത തമീമിയ്യ ഖാല സമയത്തു ഉമർ ഇബ്നുൽ ഖത്താബി റളിയല്ലാഹു അൻഹു ഖുൽന ഔസിന യാ അമീറുൽ മുഅ്മിനീൻ ഖാല ഊസിക്കും ബിദിമ്മത്തില്ലാഹി ഫഇന്നഹു ദിമ്മത്തു നബിയ്യിക്കും വറിസ്ഖു ഇയാലുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബഹ്റൈൻ എന്ന രാജ്യത്ത് നിന്നും എന്തൊക്കെയാണ് കിട്ടിയത്? ബഹ്റൈനിൽ നിന്നും കിട്ടിയതിൽ നിന്നും കുറച്ച് ആളുകൾക്ക് അദ്ദേഹം എന്തൊക്കെയാണ് കൊടുക്കാമെന്ന് ഏറ്റിരുന്നത്, അതായത് അൽ ജിസിയയിൽ നിന്നുള്ള പണം, അത് ആർക്കൊക്കെ കൊടുക്കാമെന്ന് ഏറ്റിരുന്നു. ഫെയ്യ്, അതായത് യുദ്ധം ചെയ്യാതെ തന്നെ കിട്ടുന്ന യുദ്ധമുതലുകൾ, അത് ആർക്കൊക്കെയാണ് കൊടുത്തിരുന്നത്. ജിസിയ എങ്ങനെയാണ് വിതരണം ചെയ്തിരുന്നത്. മാ അഖ്താ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ
ബഹ്റൈനി വമാ വഅദ മിൻ മാലിൽ ബഹ്റൈനി വൽ ജിസിയത്തി വലിമൻ യുഖ്സമൽ ഫൈഉ വൽ ജിസിയത്തു. യഹ്യ ബിൻ സഈദ് വിശദീകരിക്കുന്നു, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാരികളെ വിളിച്ചു ബഹ്റൈനിൽ നിന്നുള്ള ഭൂമിയുടെ ഒരു ഭാഗം അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി. അതിൽ അവർ പറഞ്ഞു, അള്ളാഹുവാണ്, ഞങ്ങളത് സ്വീകരിക്കുകയില്ല. താങ്കൾ തത്തുല്യമായ ഒരു അളവിൽ ഉള്ളത് ഖുറൈശി സഹോദരങ്ങൾക്ക് കൂടി കൊടുക്കുന്നത് വരെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് അവർക്ക് കിട്ടും അള്ളാഹു ഉദ്ദേശിച്ചാൽ. പക്ഷേ പിന്നീട് അൻസാരികൾ നിർബന്ധം പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശേഷം നിങ്ങൾ കാണും മറ്റുള്ളവർക്ക് കൂടുതൽ കൊടുക്കുകയും നിങ്ങൾക്ക് കുറച്ച് കിട്ടുകയും ചെയ്യുന്ന ഒരു സമയം, അല്ലെങ്കിൽ കിട്ടാതിരിക്കുകയും ചെയ്യുന്നത്. തൊട്ട് മുമ്പ് ഉള്ള കിതാബിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, അൽ ഹൗദുൽ കൗസർ കാണുന്നത് വരെ, അല്ലെങ്കിൽ എന്നെ അവിടെ വെച്ച് കാണുന്നത് വരെ. കാരണം അതൊരു തെറ്റല്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഫെയ്യും അതിൻ്റെ 5-1 കാര്യങ്ങളൊക്കെ ഹുമുസ് തൊട്ട് മുമ്പുള്ള കിതാബിൽ പറഞ്ഞിരുന്നു. ഭരണാധികാരിക്ക് ഇഷ്ടമുള്ള പോലെ വിതരണം ചെയ്യാം. അപ്പോൾ കുറച്ച് പേർക്ക് കിട്ടും, കുറച്ച് പേർക്ക് കിട്ടാതിരിക്കും. അതുകൊണ്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. ആവർത്തിച്ചൊരുന്ന ഹദീസുമാണ്. യഹ്യ ബിൻ സഈദിൻ ഖാല സമയത്തു അനസൻ ഖാല ദഅ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അൻസാറ ലിയക്തുബ ലഹും ബിൽ ബഹ്റൈനി ഫഖാലു ലാ വല്ലാഹി ഹത്താ തക്തുബ ലി ഇഖ്വാനിനാ മിൻ ഖുറൈശിൻ ബിമിസ്ലിഹാ ഫഖാല ذاك لهم ما شاء الله ولا ذلك يقولون له قال فإنكم سترفن بعدي أثرة فاصبروا حتى تلقوني على الحوض. ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുമാ വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്നോട് പറഞ്ഞു, ബഹ്റൈനിൽ നിന്നുള്ള പൈസ വരുമ്പോൾ അല്ലെങ്കിൽ കരം വരുമ്പോൾ ഞാൻ ഇത്ര നിനക്ക് തന്നേക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ ബഹ്റൈനിൽ നിന്നുള്ള സമ്പത്ത് വന്നു, അതിനു മുമ്പ് വന്നില്ല. അബൂബക്കർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ മുന്നോട്ട് വരിക, എൻ്റെ അടുത്തേക്ക് വരിക. അങ്ങനെ ഞാൻ അബൂബക്കറിൻ്റെ അടുത്ത് എത്തി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ബഹ്റൈനിൽ നിന്നുള്ള സമ്പത്ത് വന്നാൽ ഞാൻ നിനക്ക് ഇത്ര അല്ലെങ്കിൽ ഇത്ര തരാം എന്ന്. അപ്പോൾ അബൂബക്കർ എന്നോട് പറഞ്ഞു, 2 കൈ കൊണ്ടും ഒരു കോരി പൈസ എടുത്തുകൊള്ളുക. ഞാനങ്ങനെ 2 കൈയും ചേർത്ത് ഒരു കോരി ഇങ്ങോട്ട് എടുത്തു. പൈസ എന്ന് പറയുമ്പോൾ അന്നത്തെ സ്വർണ്ണ നാണയമായിരിക്കും. അപ്പോൾ അബൂബക്കർ എന്നോട് എന്നിട്ട് പറഞ്ഞു, അത് മാറ്റി വെച്ചിട്ട് എണ്ണിയിട്ട് എത്രയാണെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ അത് എണ്ണി നോക്കിയപ്പോൾ അത് 500 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ സ്വർണ്ണ നാണയങ്ങളാണ് ദീനാർ ദിർഹം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. അന്നൊന്നും കാശ് പ്രിൻറ്റഡ് കറൻസി ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് സാധാ നാണയങ്ങളായിരുന്നു. വെള്ളി നാണയം, സ്വർണ്ണ നാണയം, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിലെ 500 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് മൊത്തമായി അദ്ദേഹം തന്നത് 1500 സ്വർണ്ണ നാണയങ്ങൾ ആയിരുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലീ ലൗ ഖദ് ജാഅനാ മാലുൽ ബഹ്റൈനി ഖദ് അഅതൈതുക ഹകദാ വഹകദാ വഹകദാ ഫലമ്മാ ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജാഅ മാലുൽ ബഹ്റൈനി ഫഖാല അബൂ ബക്കർ മൻ കാനത് ലഹു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദത്തുൻ ഫൽയഅതിനി ഫഅതൈതുഹു ഫഖുൽതു ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് കാന ഖാല ലീ ലൗ ഖദ് ജാഅനാ മാലുൽ ബഹ്റൈനി لأعطيتك هكذا وهكذا وهكذا فقال لي احثه فحثوت حثية فقال لي عد ما فعددتها فإذا هي 500 فأعطاني 1500. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ബഹ്റൈനിൽ നിന്നുള്ള സമ്പത്ത് വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്കാണ് വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് പള്ളിയിൽ നിരത്തി ഇടൂ എന്ന് പറഞ്ഞു. അതായിരുന്നു ഏറ്റവും വലിയ സമ്പത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അന്ന് വരെ വന്നിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ സമ്പത്ത് ആയിരുന്നു അത്. ആ സമയത്ത് അൽ അബ്ബാസ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് തരൂ, കാരണം എനിക്കും അഖീലിനും വേണ്ടി മോചനദ്രവ്യം കൊടുത്തിട്ടുണ്ടെന്ന്. അതായത് ബദറിൽ യുദ്ധത്തിൽ തോറ്റ് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മോചനദ്രവ്യം കൊടുത്താണ് അവർ സ്വതന്ത്രരായത്. അതിനുശേഷം മുസ്ലിമായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ കൈകൊണ്ട് കോരി ഉടുമ്പിൻ്റെ ഒരറ്റത്തോ എന്തെങ്കിലും വാരിയിട്ടു, അല്ലെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഒരു തുണിയിലേക്ക് ഇട്ടു. എന്നിട്ടത് കെട്ടി അത് ഉയർത്താൻ നോക്കി. പക്ഷേ ആൾക്ക് അത് ഉയർത്താൻ പറ്റുന്നില്ലായിരുന്നു. അതായത് അത്ര വെയിറ്റ്, 50 കിലോയോ 100 കിലോയോ കാണുമായിരിക്കും. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭ്യർത്ഥിച്ചു, ഇത് എടുത്തു പൊക്കാൻ എന്നെ സഹായിക്കാൻ ആരെങ്കിലോടും ഒന്ന് പറയുമോ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. പിന്നീട് അൽ അബ്ബാസ് പറയുന്നു,
താങ്കൾ സ്വയം എന്നെ ഇത് എടുത്തുകൊണ്ട് പോകാൻ സഹായിക്കുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. അപ്പോൾ അൽ അബ്ബാസ് അതിനകത്ത് നിന്ന് കുറേ തിരിച്ച് ഇട്ടു. എന്നിട്ടും അയാൾക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അദ്ദേഹം വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭ്യർത്ഥിച്ചു, ആരെങ്കിലോടും എന്നെ ഒന്ന് സഹായിക്കാൻ പറയുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അൽ അബ്ബാസ് പിന്നെ ചോദിച്ചു, താങ്കൾ സ്വയം എന്നെ ഒന്ന് സഹായിക്കുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. അങ്ങനെ അബ്ബാസ് കുറേ കൂടെ പൈസ തിരിച്ചിട്ടു. ബാക്കി അദ്ദേഹത്തിന് എടുത്താൽ പൊങ്ങുന്ന അത്രയും എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ടിരുന്നു. കാഴ്ചയിൽ നിന്നും മറയുന്നത് വരെ അദ്ദേഹത്തിൻ്റെ അത്യാഗ്രഹം കാരണം. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് വലിയൊരു സഹാബിയാണ്. പക്ഷേ ആദ്യത്തിൽ മുസ്ലിമായില്ല, അവസാനത്തേക്ക് മുസ്ലിമായ ഒരു സഹാബിയും റസൂലിൻ്റെ അടുത്ത ബന്ധുവും ആയ അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. സ്വർണ്ണോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും സാധനമാണ് ഇരുത്താൻ പൊങ്ങാത്തതെന്ന് പറയുന്നത്. ചെറിയ അളവൊന്നുമല്ല ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എഴുന്നേറ്റില്ല ആ പൈസ തീരുന്നത് വരെ. അതിനകത്തുനിന്ന് ഒരു ദിർഹം പോലും ബാക്കിയില്ലാതെ ആയതിനു ശേഷമാണ് അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റത്. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാഗ്രഹം പാടില്ല. പിന്നെ വിതരണം ചെയ്യുമ്പോൾ പല രീതിയിൽ വിതരണം ചെയ്യാം. ഭരണാധികാരിയുടെ ഇഷ്ടമാണ്. അത് വേണമെങ്കിൽ പറയായിരുന്നു, നീ മുസ്ലിം അല്ലാത്ത കാര്യത്തിലത്ത് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു, അതുകൊണ്ട് നിന്നെ പിടിച്ചു, അതുകൊണ്ട് നീ സ്വതന്ത്രനാവാൻ വേണ്ടി പൈസ കൊടുത്തു, അതിന് ഞാനെന്തിനാ തരുന്നത് എന്ന് വേണമെങ്കിലും ചോദിക്കാമായിരുന്നു. പക്ഷെ അതൊന്നും ചോദിച്ചില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അൽ അബ്ബാസിന് പൈസ എടുത്തോളാൻ പറഞ്ഞു. അൽ അബ്ബാസ് അത്യാഗ്രഹം കാണിച്ചു. നമ്മൾ അത്യാഗ്രഹം കാണിക്കാതിരിക്കുക. റസൂൽ അത്ഭുതപ്പെട്ടു എന്ന് പറയുന്നത്. عن أنس أوتي النبي صلى الله عليه وسلم بمال من البحرين فقال انثروه في المسجد فكان أكثر مال أوتي به رسول الله صلى الله عليه وسلم إذ جاءه العباس فقال يا رسول الله أعطني إني فاديت نفسي وفاديت عقيلا قال خذ فحث في ثوبه ثم ذهب يقله فلم يستطع فقال ائمر بعضهم يرفعه إلي قال لا قال فارفعه أنت علي قال لا قال فارفعه أنت علي قال لا فنثر منه ثم ذهب يقله فلم يرفعه فقال فمر بعضهم يرفعه علي قال لا قال فارفعه أنت علي قال لا فنثر منه ثم احتمله على كاهله ثم انطلق فما زال يتبعه بصره حتى خفي علينا عجبا من حرصه فما قام رسول الله صلى الله عليه وسلم وثم منها درهم. പിന്നെ ഉള്ള പൈസ മുഴുവൻ വിതരണം ചെയ്ത് തീർക്കുക, അതുവരെ ഭരണാധികാരി അവിടെ ഇരിക്കുക എന്നുള്ളതും ഒരു സുന്നത്താണ്. മുസ്ലിങ്ങളുമായി സന്ധിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു നിഷ്കളങ്കനായ അല്ലെങ്കിൽ കുറ്റക്കാരനല്ലാത്തൊരു മനുഷ്യനെ കൊന്നാൽ അതിലുള്ള പാപം ഇസ്മി മൻ ഖതല മുആഹിദുൻ ബിഗൈരി ജുർമിൻ. ഒരു തെറ്റും ചെയ്തിട്ടില്ല, അയാൾക്ക് ഇസ്ലാമിക രാജ്യത്ത് സംരക്ഷണവും ഉണ്ട്, ദിമ്മിയാണ്, കരം കൊടുക്കുന്നതാണ്, പക്ഷേ അയാൾ കൊല്ലപ്പെട്ടു. അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, മുസ്ലിങ്ങളും ആയി സന്ധി ഉള്ള ഏതെങ്കിലും ഒരാളെ കൊന്നാൽ അയാൾ സ്വർഗത്തിൻ്റെ മണം പോലും അടിക്കുകയില്ല. അതിൻ്റെ മണം എന്ന് പറയുന്നത് 40 കൊല്ലം യാത്ര ചെയ്യുന്ന ദൂരത്തിൽ വരെ പോകുന്നുണ്ട്, അതുപോലും എന്നിട്ടും കിട്ടുകയില്ല. അപ്പോൾ അത് സ്വർഗത്തിൻ്റെ മണമേ അടിക്കില്ല, ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല എന്ന് പറയുന്നത്. ഇസ്ലാമിക സംരക്ഷണത്തിലുള്ള ഒരു മുസ്ലിമിനെ കൊന്നാൽ. അൻ അബ്ദുല്ലാഹിബിൻ അംറിൻ റളിയല്ലാഹു അൻഹുമാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഖതല മുആഹദുൻ ലം യറഹ് റായിഹത്തൽ ജന്നത്തി വഇന്ന റീഹഹാ യുജദു മിൻ മസീറത്തി 40 ആമൻ. യഹൂദന്മാരെ അറേബ്യൻ പ്രദേശത്ത് നിന്നും പുറത്താക്കുന്നത് ഇഖ്റാജിൽ യഹൂദി മിനൽ ജസീറത്തിൽ അറബ്. ഉമർ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദന്മാരോട് പറഞ്ഞതായിട്ട്, ഞങ്ങൾ നിങ്ങളെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കാം, അള്ളാഹു നിങ്ങളെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നത് വരെ. വഖാല ഉമറു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖിറുക്കും മാ അഖറക്കുമുല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞങ്ങൾ പള്ളിയിലായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, വരൂ നമുക്ക് യഹൂദന്മാരുടെ അടുത്തേക്ക് പോകാം. ഞങ്ങൾ ബൈത്തുൽ മിദ്രാസ് എത്തുന്നതുവരെ യാത്ര ചെയ്തു. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിമായാൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഭൂമി അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഉള്ളതാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥത അവർക്കാകുന്നു. ഞാൻ അതുകൊണ്ട് നിങ്ങളെ ഈ നാട്ടിൽ നിന്നും പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ ആർക്കെങ്കിലും സമ്പത്ത് ഉണ്ടെങ്കിൽ
അത് വിൽക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഭൂമി അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഉള്ളതാകുന്നു. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല ബൈനമാ നഹ്നു ഫിൽ മസ്ജിദി ഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഇൻതലിഖു ഇലാ യഹൂദ ഫഖറജ്ന ഹത്താ ജിഅ്ന ബൈത്തുൽ മിദ്റാസ് ഫഖാല അസ്ലിമു തസ്ലമു വഅലമു അന്നൽ അർദ ലില്ലാഹി വറസൂലിഹി വഇന്നി ഉരീദു അൻ ഉജ്ലിയകും മിൻ ഹാദിഹിൽ അർദി ഫമൻ യജിദ് മിൻകും ബിമാലിഹി ഷൈഅൻ ഫൽയബിഉഹു വഇല്ലാ ഫഅലമു അന്നൽ അർദ ലില്ലാഹി വറസൂലിഹി. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.